രാവിലെ സത്യഭാമ കണ്ണാടിയിൽ നോക്കി കെട്ടിയൊരുങ്ങാൻ തുടങ്ങി. എടി, ആ കാശിമാലയും എടുത്തേ, അവർ ശരണ്യയോട് പറഞ്ഞു. എൻ്റെ പൊന്നമ്മേ, ഒരു നെക്ലേസും പിന്നെ മാങ്ങമാലയും ഇട്ടിട്ടുണ്ടല്ലോ, ഇനി അടുത്തതുകൂടി വേണോ? ഇപ്പോൾ തന്നെ ഓവറാണ്. എടി, അത് പിന്നെ കാണുമ്പോൾ അവനൊരു ബഹുമാനമൊക്കെ തോന്നണ്ടേ? ഒന്നുമില്ലെങ്കിലും അവൻ കെട്ടാൻ പോകുന്നവളുടെ ചെറിയമ്മല്ലേ ഞാൻ. അതെ, ബഹുമാനം തോന്നണം, എന്നാലേ അമ്മ പറയുന്നതൊക്കെ അയാൾ വിശ്വസിക്കൂ. പക്ഷെ ഇങ്ങനെ പോയാൽ അതൊന്നും ഉണ്ടാവില്ല. നീ എന്താടി പറയുന്നത്? അമ്മ ഇങ്ങനെ പട്ടും പൊന്നും അണിഞ്ഞ് ചെന്ന് നമ്മുടെ കഷ്ടപ്പാടൊന്നും പറയാൻ പറ്റില്ല. മാത്രമല്ല, അമ്മയെ കണ്ട ഒരലിവും അയാൾക്ക് തോന്നില്ല. അയാളുടെ സഹതാപം മുതലെടുത്ത് നിദ്രയെക്കുറിച്ച് പരദൂഷണം പറഞ്ഞ് അയാളെ വിശ്വസിപ്പിക്കണം. അതിലാ അമ്മയുടെ മിടുക്ക്. ഇതിപ്പോൾ അമ്മയ്ക്കൊരു ദുർമന്ത്രവാദിനിയുടെ ലുക്കാ. സ്വർണ്ണമിട്ട് കഴുത്തൊടിയുമല്ലോ, മുഖത്താണെങ്കിൽ നിറച്ച് പൊട്ടിയും. ദേ ശരണ്യെ, നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. നിനക്ക് വേണ്ടി ഇത്രയും പാടുപെടുന്ന നിന്റെ അമ്മ നിനക്ക് ദുർമന്ത്രവാദിനിയാണല്ലടി, സത്യഭാമ ചൊടിച്ചു. എൻ്റെ പൊന്നമ്മേ, എന്നാണോ ഞാൻ പറഞ്ഞത്? പക്ഷേ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിന് അമ്മയുടെ ഈ ലുക്ക് ശരിയാവില്ല. മാർഗമല്ലല്ലോ അമ്മേ, ലക്ഷ്യമല്ലേ പ്രധാനം. അതുകൊണ്ട് അമ്മ ഈ ഇട്ടിരിക്കുന്നതൊക്കെ ഒന്ന് അഴിച്ചു വച്ചേ, എന്നിട്ടൊരു സിമ്പിൾ സെറ്റ് സാരി ഉടുക്ക്. നെറ്റിയിലൊരു ചന്ദനക്കുതിർ മാത്രം, കഴുത്തിലൊരു ചരടും കയ്യിലും കാതിലും ഒന്നും ഇടുകയും വേണ്ട. പിന്നെ എങ്ങനെയായാലും എൻ്റെ അമ്മ സുന്ദരിയല്ലേ? ശരണ്യ അമ്മയെ അനുനയിപ്പിക്കാൻ ചോദിച്ചു. അത് മതിയോടി? സത്യഭാമ സംശയത്തോടെ മകളെ നോക്കി. അത് മതി, എന്നാലേ ഒരു റിയലിസ്റ്റിക് ഫീൽ തോന്നൂ. സത്യഭാമ ഉടനെ തന്നെ പളപള മിന്നുന്ന തൻ്റെ കാഞ്ചിപുരം പട്ടുസാരി അഴിച്ചിട്ട് ഒരു സിമ്പിൾ കരയുള്ള സെറ്റ് സാരി എടുത്തെടുത്തു. പിന്നെ ആഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റി കഴുത്തിലൊരു കറുത്ത ചരട് മാത്രം ധരിച്ചു. കാതും കൈയും ശൂന്യമായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട് അമ്മേ. നിദ്രയുടെ കൊള്ളരുതായ മകൾ ആ രുദ്രാദേവിനോട് വിവരിക്കാൻ ഈ പാവം ഭാമയ്ക്കേ പറ്റൂ. പിന്നെ അവിടുന്ന് മണ്ടത്തരമൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. നന്നായി സൂക്ഷിച്ച് സംസാരിക്കാവൂ. അമ്മ ഇപ്പം കാണാൻ പോകുന്ന രുദ്രമഹാദേവ് അത്ര നിസ്സാരണക്കാരനൊന്നുമല്ല. ഇത്ര ചെറുപ്പത്തിലെ ഒരു വലിയ ഇൻഡസ്ട്രി മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിയ ഒരുവനാണ്. അയാളെ വിഡ്ഢിയാക്കുക അത്ര എളുപ്പമല്ല. അതൊക്കെ ഞാൻ ഏറ്റുമോളെ, ഞാനിതിൽ വിജയിച്ചിരിക്കും. നിന്റെ അമ്മയെ നിനക്ക് വിശ്വസിക്കാം. സത്യഭാമ ഒന്ന് ചിരിച്ചിട്ട് പഴുസും കക്ഷത്തിൽ വെച്ച് കുടയുമെടുത്തിറങ്ങി. സിറ്റിയിൽ കണ്ണായ ഭാഗത്ത് മഹാദേവന്റെ അധീനതയിലുള്ളൊരു ബംഗ്ലാവുണ്ട്. ഒരു റിസോർട്ട് പോലെ മനോഹരമായ ആ മാൻഷന് അമരാവതി എന്നാണ് പേര്. അങ്ങോട്ടേക്കാണ് അവർ പോയത്. അന്ന് വൈകുന്നേരം 3 മണിയോടെ നിദ്രയെ അവിടെ മീറ്റ് ചെയ്യുമെന്ന് രുദ്രൻ പറഞ്ഞതനുസരിച്ച് ഗായത്രി ദേവി വിളിച്ചിരുന്നു. നിദ്രയും രുദ്രനും ആദ്യം ഹോട്ടൽ മരിയാനയിൽ മീറ്റ് ചെയ്യാമെന്ന തീരുമാനം വേണ്ടെന്ന് നിർദ്ദേശിച്ചത് മഹാദേവനായിരുന്നു. വെറുതെ മീഡിയക്കാരുടെ ശ്രദ്ധ ആകർഷിക്കണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. രുദ്രൻ അത് അനുസരിക്കുകയും ചെയ്തു. അവർ തമ്മിൽ കാണുന്നതിന് മുന്നേ രുദ്രനെ കണ്ട് സംസാരിക്കാനാണ് സത്യഭാമയുടെ ഈ പോക്ക്. അവർ ജംഗ്ഷനിൽ വെച്ച് ഒരു ഓട്ടോ പിടിച്ച് അവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ടെങ്കിലും ബസ്സിൽ തൂങ്ങിക്കയറാനൊന്നും സത്യഭാമയ്ക്ക് വയ്യായിരുന്നു. പണ്ടേ ആളൊരു സുഖലോലുപയാണ്. ഈശ്വര, ചെല്ലുമ്പോൾ കാലമാടൻ അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. അവർ രുദ്രനെ കുറിച്ച് പിറുപിറുത്ത് പിന്നെയാണ് സത്യഭാമ ആലോചിച്ചത്. ഞാനെന്തിനാ അവനെ കാലമാടനെന്ന് വിളിക്കുന്നേ? അവൻ ശരണ്യക്കുള്ളതല്ലേ? പിന്നെ അവർ സ്വയം ആശ്വസിച്ചു. അവനിപ്പോൾ കെട്ടാൻ പോകുന്നത് ആ നാശം പിടിച്ച വിളിയല്ലേ. അപ്പം അവൻ കാലമാടൻ തന്നെ. എൻ്റെ മോളെ കെട്ടുമ്പോൾ ഞാൻ രുദ്രമോനെന്ന് വിളിക്കും. സത്യഭാമ അതോർത്ത് ചിരിച്ചു. അവരുടെ ചേഷ്ടകളെല്ലാം കണ്ണാടിയിലൂടെ കണ്ട ചെറുപ്പക്കാരനായ ഓട്ടോ ഡ്രൈവർക്ക് ചിരി വന്നു. എന്താ വല്യമ്മേ, കുതിരവട്ടത്തേക്ക് വണ്ടി വിടണോ? വല്യമ്മ നിന്റെ തള്ള, അവളെ കൊണ്ട് പോടാ കുതിരവട്ടത്തേക്ക്. നേരെ നോക്കി വണ്ടി ഓടിക്കടാ അല്ലവലാതി, അവൻ്റെ ഒരു കിന്നാരം. സത്യഭാമ തൻ്റെ തനി സ്വരൂപം പുറത്തെടുത്തതും ഓട്ടോക്കാരൻ്റെ മുഖം വിളറി. തള്ളയുടെ നാക്ക്. അവർ കേൾക്കാതെ അയാൾ പിറുപിറുത്തു. ഹൈവേയിൽ നിന്ന് മാറി വിജനമായ ഒരു റോഡിലൂടെ വണ്ടി സഞ്ചരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അമരാവതി എന്ന ബഹുനില മാളികയുടെ മുന്നിൽ സത്യഭാമ ഇറങ്ങി. കൂലി കൊടുത്തതിനു ശേഷം അവർ മുന്നോട്ട് നടന്നു. ഭാഗ്യം, പൂട്ടിയിട്ടില്ല. ചാരപ്രവർത്തനം നടത്തുന്ന ഒരാളുടെ കാപട്യത്തോടെ തുറന്നു കിടന്ന ഗേറ്റ് കടന്ന് അവർ മുന്നോട്ട് ചെന്നു. മനോഹരമായ പുൽത്തകിടിയും ഗാർഡനും നീർച്ചോലകളും മനോഹരമായ ശില്പങ്ങളും എല്ലായിടത്തും ആഡംബരത്തിൻ്റെ ലക്ഷങ്ങൾ എല്ലാം കണ്ട് സത്യഭാമയുടെ കണ്ണു തള്ളി. ഇതെല്ലാം ആ നിദ്രയ്ക്ക് കിട്ടുന്നത് ആലോചിക്കാനേ വയ്യ. എൻ്റെ മോൾക്ക് തന്നെ ഈ സൗഭാഗ്യമെല്ലാം വന്ന് ചേരണം. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ നിദ്രയെ അങ്ങ് കൊന്നു കളയാനും ഞാൻ മടിക്കില്ല.
സത്യഭാമ ബംഗ്ലാവിൻ്റെ വാതിൽക്കലേക്ക് കയറിയതും എവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി ഓടി വന്നു. ഏയ് സ്ത്രീയെ, നിങ്ങളെങ്ങോട്ടായി ഓടിക്കയറി പോകുന്നേ? ഒന്ന് പോയേ. സ്ത്രീയോ, മര്യാദയ്ക്ക് സംസാരിക്കടോ. ഞാൻ ഈ ബംഗ്ലാവിൻ്റെ ഓണറാകാൻ പോകുന്ന ആളാ. എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ തൻ്റെ ജോലി പോകും. സെക്യൂരിറ്റിക്ക് സത്യഭാമയുടെ സംസാരം കേട്ട് ചിരി വന്നു. ഒന്ന് പോയി പെണ്ണും പിള്ളേ, ഓരോരോ ശല്യങ്ങൾ രാവിലെ തന്നെ കയറി വന്നോളും. ഇവിടെ പിച്ചക്കാർക്കൊന്നും പ്രവേശനമില്ല. സാററിഞ്ഞ എൻ്റെ ജോലി പോകും. സെക്യൂരിറ്റി അവരുടെ കൈ പിടിച്ച് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. ഏയ് വിട്, എന്നെ വിടടോ. സത്യഭാമ കുതറി പിടഞ്ഞു. രാമേട്ട, എന്താ അവിടെ പ്രശ്നം? ആരാ അത്? ബാൽക്കണിയിൽ നിന്ന് വിളിച്ചു ചോദിച്ച് സുന്ദരനായ യുവാവിനെ കണ്ടപ്പോൾ സെക്യൂരിറ്റി പെട്ടെന്ന് വിനയത്തിനായി. ഒന്നുമില്ല സർ, ഇവർക്ക് സാറിനെ കാണണമത്രേ. ഏതോ ഭ്രാന്തിയ, ഞാനിപ്പോൾ തന്നെ പറഞ്ഞു വിട്ടേക്കാം. കുതിർന്ന സത്യഭാമയെ കണ്ട് രുദ്രൻ്റെ ഞെട്ടി ചുളഞ്ഞു. സാറേ, എന്നെ ഒന്ന് അകത്തേക്ക് കയറ്റാൻ പറ. ഞാൻ നിദ്രയുടെ ചെറിയമ്മയാ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സാറിനോട് പറയാനുണ്ട്. സാറിന് ഉപകാരമുള്ള കാര്യമാണ്. സാറ് വലിയൊരു ചതിയിൽ അകപ്പെടാൻ പോകുന്നത്. ഞാനതേക്കുറിച്ച് മുന്നറിയിപ്പ് തരാൻ വന്നതാ. താഴെ നിന്ന് സത്യഭാമ ആംഗ്യ വിക്ഷേപങ്ങളോടെ ഉച്ചത്തിൽ വിളിച്ചു കൂവി. നിദ്രയുടെ പേര് കേട്ട ക്ഷണം രുദ്രൻ്റെ മുഖം വല്ലാതെ കഴുത്തു. രാമേട്ട, അവരെങ്ങ് കയറ്റിവിട്. അവൻ അതേ ദേഷ്യത്തോടെ രാമേട്ടനോടായി പറഞ്ഞു. ആ വലിയ ബംഗ്ലാവിലെ സ്വീകരണ മുറിയിൽ സത്യഭാമ രുദ്രനെ കാത്തിരുന്നു. രുദ്രൻ തന്നെയാണ് വാച്ച്മാനോട് അവനെ അകത്ത് കയറ്റിയിരുത്താൻ പറഞ്ഞത്. സത്യഭാമയുടെ കണ്ണുകൾ ആർത്തിയോടെ അവിടെയെമ്പാടും ഒഴുകി നടന്നു. ഓ, എന്താ ആഡംബരങ്ങൾ! ഈ ഒരൊറ്റ മുറി പോലും എത്ര വലുതാ! തടികൾ തീർത്ത ഫ്ലോറിൻ്റെ മിനുസപ്രതലം കണ്ണാടി പോലെ തിളങ്ങുന്നത് കണ്ട് സത്യഭാമ ആത്മകഥം പറഞ്ഞു. അവിടെ ഇരിക്കുമ്പോൾ ശരിക്കും ഒരു പാർക്കിൽ വന്ന പോലെ അവർക്ക് തോന്നി. അത്രയ്ക്ക് സുഖവും ശീതളവുമായ അന്തരീക്ഷം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബ്ലാക്ക് ഡെനി ടീഷർട്ടും ജീൻസും ധരിച്ച് ചുറുചുറുക്കോടെ രുദ്രൻ കോണിപ്പടികൾ ഇറങ്ങി വരുന്നത് കണ്ട് സത്യഭാമ എഴുന്നേറ്റു നിന്നു. അടുത്തെത്തിയ അതീവ സുന്ദരനായ യുവാവിനെ കണ്ട് അവരുടെ വാ പൊളിഞ്ഞുപോയി. സിനിമയിൽ കാണുന്നതിനേക്കാൾ സുന്ദരൻ, അതിനേക്കാൾ ചെറുപ്പം. നിദ്രയോ രുദ്രന് വിവാഹം കഴിച്ചു കൊടുക്കുന്ന കാര്യമോർത്തപ്പോൾ വീണ്ടും സത്യഭാമയ്ക്ക് ദേഷ്യം തോന്നി. എൻ്റെ ശരണിക്കായിരുന്നു ഇവനെ കിട്ടേണ്ടത്. രുദ്രൻ വന്ന അതേ ഗാംഭീര്യത്തോടെ മനോഹരമായ നീല സോഫയിലിരുന്നു. ഇരിക്കൂ, അവൻ സത്യഭാമയോട് പറഞ്ഞു. വേണ്ട സാറേ, ഞാനിവിടെ നിന്നോളാം. ശരി, നിങ്ങളുടെ ഇഷ്ടം. രുദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ അവർ വിളറി. ഇരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ തന്നെ നിർബന്ധിക്കുമെന്നാണ് അവർ കരുതിയത്. ഇവനൊരു അഹങ്കാരിയാണല്ലോ, ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നാൽ മതിയായിരുന്നു. അവർ ഉള്ളിൽ പിറുപിറുത്തു. നിങ്ങൾ ആ നിദ്രയുടെ ചെറിയമ്മയാണെന്നല്ലേ പറഞ്ഞത്? അവൻ്റെ ശബ്ദം കടുത്തു. അതേ മോനെ, എന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ്റെ രണ്ടാം ഭാര്യ. നിങ്ങൾക്കെന്താ പറയാനുള്ളത്? അത് നിദ്രയെക്കുറിച്ചാ മോനെ. മോൻക്കറിയാമോ, നിദ്രയുടെ അമ്മ അവളുടെ അച്ഛനെ, അതായത് എൻ്റെ ഭർത്താവിനെ കളഞ്ഞിട്ട് ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയതാ. രുദ്രൻ അമ്പരപ്പോട് അവരെ നോക്കി. അവനത് പുറത്തിയ അറിവായിരുന്നു. പിന്നെ അദ്ദേഹം എന്നെ കെട്ടിക്കൊണ്ട് വന്നത്. നിദ്രയ്ക്ക് എന്നെയും എൻ്റെ മോളെയും കണ്ണെടുത്താൽ കണ്ടൂടാ. നിങ്ങളെന്ത് പറയാനാണ് വന്നതെന്ന് വെച്ചാൽ അത് പറയ്. വെറുതെ കാട് കയറരുത്. എൻ്റെ സമയത്തിന് വിലയുള്ളതാണ്. രുദ്രൻ പറഞ്ഞത് കേട്ട് സത്യഭാമയുടെ മുഖം വീണ്ടും മങ്ങി. ഈ അഹങ്കാരി ചെക്കൻ താൻ പറയുന്നതൊക്കെ വിശ്വസിക്കുമോ? ഞാൻ കാട് കയറുന്നതൊന്നുമല്ല സാറേ. സാറ് നിദ്രയെ കല്യാണം കഴിക്കാൻ പോകുവല്ലേ? അവൾക്ക് നാട്ടിലെ പല പുരുഷന്മാരായിട്ടും ബന്ധമുള്ള കാര്യം അറിഞ്ഞിട്ട് തന്നെയാണോ ഈ സാഹസം? സത്യഭാമ ചോദിച്ചു. നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യമോ? എൻ്റെ പൊന്നു സാറേ, പറയാൻ നാണമാവുന്നു. കാര്യം അവളെൻ്റെ മോള് തന്നെയാ, അതേ സ്ഥാനത്തുമാ. പക്ഷേ കയ്യിലിരിപ്പ് പുറത്തറിയിക്കാൻ കൊള്ളില്ല. സത്യഭാമ ഒന്ന് നിർത്തിക്കൊണ്ട് രുദ്രൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ശേഷം തുടർന്നു. ഞങ്ങൾ ആ വീട്ടിൽ എങ്ങനെയാ കഴിയുന്നതെന്ന് സാറിന് അറിയാമോ? എൻ്റെ മക്കൾ പഠിക്കുകയാ. ഞാൻ വീട്ടുവേലയ്ക്ക് പോയിട്ടാ കഞ്ഞി കുടിച്ച് പോകുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മ, അതായത് നിദ്രയുടെ അമ്മൂമ്മ, തളർന്നു കിടക്കുവാണ്. അമ്മയ്ക്കുള്ള മരുന്നിനും കുഴമ്പിനും വലിയ ചെലവാ. ഇതെല്ലാം ഈ പാവപ്പെട്ടൻ്റെ ചുമലിലാ. നിദ്രയുടെ പഠിത്തം കഴിഞ്ഞപ്പോൾ അവൾ എന്തെങ്കിലും ജോലിക്ക് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അവൾ ജോലിക്ക് പോകില്ലേ? രുദ്രൻ എടുത്ത് ചോദിച്ചു. തൻ്റെ വധുവായി വരാൻ പോകുന്നവളെക്കുറിച്ച് അവനറിയാൻ താല്പര്യമുണ്ടെന്ന് സത്യഭാമയ്ക്ക് മനസ്സിലായി. ഞാനിവിടെ ഇരിക്കട്ടെ സാറേ? സത്യഭാമ ചോദിച്ചു. നിങ്ങളോട് ആദ്യം പറഞ്ഞതാണല്ലോ. രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചതും സത്യഭാമ ഒരു ചമ്മിയ ചിരി ചിരിച്ചു. അവർ ജാള്യതയോടുകൂടി പതുങ്ങി സോഫയുടെ ഒരറ്റത്തായി ഇരുന്നുകൊണ്ട് ഭവ്യത നടിച്ചു.
എൻ്റെ പൊന്ന് സാറേ, ജോലിക്കൊക്കെ പോകും, പക്ഷെ പറയാൻ കൊള്ളാത്ത ജോലിയാണെന്ന് മാത്രം. നാട്ടിലെമ്പാടുമുള്ള ആണുങ്ങളുമായി ഇവൾക്ക് കണക്ഷനുണ്ട്. രുദ്രൻ്റെ മുഖത്ത് അസ്വസ്ഥത വ്യാപിച്ചു. അവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വല്ല ക്യാഷും കിട്ടുന്നുണ്ടാവും. അത് അവളുടെ ആഡംബര ജീവിതത്തിനുള്ളതാ. അതിൽ നിന്നും ഞാനും എൻ്റെ മക്കളും ഒരു പൈസ എടുക്കില്ല സാറേ. പട്ടിണി കിടന്ന് മരിച്ചാലും ഒരു അന്തസ്സുണ്ട്. ഞാൻ അവളുടെ ദുർനടപ്പ് ചോദ്യം ചെയ്യുന്നത് കൊണ്ട് അവൾക്കെന്നെ തീരെ കണ്ടുകൂടാ. അവളുടെ ലിസ്റ്റിലുള്ള എല്ലാ ആണുങ്ങളുടെയും കൂടെ അവൾ കഴിയാറുണ്ട്. എന്നിട്ട് നന്നായി അവരെ മുതലെടുക്കും. അതിൽ ചെറുപ്പക്കാർ മുതൽ ഭാര്യയും മക്കളും ഉള്ളവർ വരെയുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞു, ആവശ്യമില്ലാത്തത് പറയരുതെന്ന്. രുദ്രൻ ഗൗരവത്തിൽ പറഞ്ഞു. ആവശ്യമില്ലാത്തതെന്നോ? എൻ്റെ പൊന്നു സാറേ, സാറിന് ഇത്രയും നാണക്കേടുണ്ടായത് എന്തുകൊണ്ടാ? അന്ന് അവളോടൊപ്പം ഹോട്ടലിൽ വെച്ച് ട്രാഫിക് ജാമിന് പോലീസ് പിടിച്ചതുകൊണ്ടല്ലേ? ഇമ്മോറൽ ട്രാഫിക്, രുദ്രൻ സ്വയം അറിയാതെ പറഞ്ഞു. ആ, അത് തന്നെ. അന്ന് നിദ്ര അവിടെ വന്നത് ഏതോ ഒരു പണക്കാരൻ വിളിച്ചിട്ടാ. അയാൾ അവിടെ മുറിയെടുത്തിരുന്നു. പോലീസ് വരുന്നത് ഇവൾ ആദ്യമേ കണ്ടിരുന്നു. അവളത് വലിയ വീരവാദം പോലെ എൻ്റെ മോളോട് പറയുന്നത് ഞാൻ കേട്ടതാ. ആ സമയത്ത് അവൾ സാറിൻ്റെ മുറിയിലോട്ട് ഓടിക്കയറി. ഇനി സാറാണെന്ന് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ കയറിയതാകും. ആരെങ്കിലും സാറിന് ഇവളെ ഉപയോഗിച്ച് പണി തന്നതാവും. പൈസ കിട്ടിയ ഇവൾ എന്തും ചെയ്യുമല്ലോ. താൻ പറയുന്നത് കേൾക്കെ രുദ്രൻ്റെ കണ്ണുകൾ ചുവന്നു വരുന്നത് സത്യഭാമ കണ്ടു. അത് പേടിപ്പിക്കുന്ന വിധത്തിൽ രക്തമയമായി. പറഞ്ഞതെല്ലാം അവൻ്റെ മനസ്സിൽ കയറിയെന്ന് മനസ്സിലായതും അവർക്ക് വലിയ സന്തോഷം തോന്നി. അതേസമയം ഇത്തരത്തിൽ ഒരുവളെ ഭാര്യയാക്കി സ്വീകരിച്ച സമൂഹത്തിൽ തനിക്കുണ്ടാവുന്ന നിലയെയും വിലയെയും കുറിച്ചായിരുന്നു രുദ്രൻ്റെ ചിന്ത മുഴുവൻ. വേശ്യയെ പോലെ നടക്കുന്ന ഒരുവളെ വിവാഹം കഴിച്ച ആളുകൾ തന്നെ നോക്കി കാർക്കിച്ച് തുപ്പാൻ പോലും മടിക്കില്ല. ഞങ്ങൾ അരിഷ്ടിച്ച കഴിയുന്നത് സാറേ. ഇത് കണ്ടോ, കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി കാതിലുണ്ടായിരുന്ന ഒരു തരി പൊന്നുകൂടി ഞാൻ ഊരി വിറ്റു. ഓട്ടടിഞ്ഞു പോകണ്ടെന്ന് വെച്ച് ഒരു ഈർക്കിലിട്ടിരിക്കുക. സത്യഭാമ കണ്ണുകളിൽ ദൈന്യത നിറച്ചുകൊണ്ട് പറഞ്ഞു. രുദ്രൻ അവരുടെ നേരെ നോക്കി. ശരിയാണ്, കണ്ടാൽ തന്നെ അറിയാം ദാരിദ്ര്യമാണെന്ന്. ഒഴിഞ്ഞ കാതും കഴുത്തും നരച്ചൊരു സാരി അവന് സഹതാപം തോന്നി. നിദ്ര എപ്പോഴും എന്നെ പ്രാകും. ആ മുതുക്കിയെ കൊണ്ടുപോയി എവിടെയെങ്കിലും കുഴിച്ചിട്ട് തള്ളു എന്ന് പറഞ്ഞ് അവളുടെ സ്വന്തം മുത്തശ്ശിയ. എന്നിട്ടാ ഇങ്ങനെ. പക്ഷെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? എൻ്റെ ഭർത്താവിൻ്റെ അമ്മയല്ലേ. നിദ്രയുടെ ദുർനടപ്പിനെക്കുറിച്ച് കല്യാണത്തിന് മുൻപേ സാറിനൊരു മുന്നറിയിപ്പ് തരണമെന്ന് വെച്ചു. എനിക്കും ഒരു മോനുള്ളതാ. അവനിങ്ങനെ ഒരു ചതി പറ്റിയ സഹിക്കാൻ പറ്റില്ല. അതുപോലെയല്ലേ സാറും ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും പരിചാരകൻ മനോഹരമായ ചില്ലുപിടിയുള്ള ഒരു ഗ്ലാസ്സിൽ മാംഗോ ജ്യൂസുമായി വന്നു. സത്യഭാമ ആർത്തിയോടെ അത് തട്ടിപ്പറിച്ച് ഒറ്റ വലിക്ക് കുടിച്ചു. അതിനുശേഷം ഗ്ലാസ് കയ്യിൽ പിടിച്ചു തിരിച്ചുകൊണ്ട് രുദ്രൻ്റെ മുഖഭാവം അറിയാൻ വേണ്ടി അവർ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നു. എൻ്റെ അടുത്ത് വന്ന് എന്തും പറയാമെന്ന് വിചാരിക്കരുത്. ഇതൊന്നും ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചിട്ടില്ല. എന്നോട് കള്ളത്തരം കാണിക്കുന്നവരോട് ഞാൻ ക്ഷമിക്കുകയുമില്ല. രുദ്രൻ മുന്നറിയിപ്പെന്ന പോലെ അവരെ നോക്കി പറഞ്ഞു. ശരി, സാർ വിശ്വസിക്കണ്ട. പക്ഷെ എനിക്കൊരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. സാറിനെ കല്യാണം കഴിക്കാൻ വേണ്ടി സാറിൻ്റെ അമ്മയോട് നിദ്ര ഇത്രയും പണം ആവശ്യപ്പെട്ടത് എന്തിനാ? നോ, അങ്ങനെയൊന്നും നടന്നിട്ടില്ല, രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു. നടന്നിട്ടില്ലെന്നോ? എൻ്റെ പൊന്നു സാറേ, 10 ലക്ഷം രൂപയാണ് അവൾ സാറിൻ്റെ കൂടെ കഴിയുന്നതിന് ചോദിച്ച വില. ഏത് വേശ്യയാണ് ക്യാഷ് കിട്ടാതെ വ്യഭിചാരം ചെയ്യുന്നത്? സാറിൻ്റെ കൂടെയുള്ള കല്യാണവും അവൾക്ക് അത്രയൊക്കെ തന്നെയുള്ളൂ. സത്യഭാമ പറഞ്ഞത് കേട്ട് രുദ്രൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അവൻ്റെ നെഞ്ചിൽ വല്ലാത്ത ഒരമർഷം പുകഞ്ഞു. നിദ്ര തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് പണം വാങ്ങിയിട്ടാണെന്നറിഞ്ഞ നിമിഷം മുതൽ അവൻ്റെ മനസ്സിൽ അവളോട് പക ഇരട്ടിയായി പുകഞ്ഞു കത്താൻ തുടങ്ങി.